ഫൈനൽ സ്റ്റേജ് എന്ന് കാൾ മാർക്സ് പറയുന്നത് സോഷ്യലിസം അല്ലെങ്കിൽ കമ്മ്യൂണിസമാണ്. കമ്മ്യൂണിസം അക്കോർഡിംഗ് ടു കാൾ മാർക്സ് എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആണ്. അദ്ദേഹം നോക്കി വരുമ്പോൾ ഹിസ്റ്ററിയിൽ നമ്മൾ ഇത്രയും സ്റ്റേജസിലൂടെയും കാണുന്നത് ക്ലാസ് ഡിവിഷനാണ്. മുതലാളി തൊഴിലാളി അല്ലെങ്കിൽ ഹാവ് ഓർ ഹാവ് നോട്ട് അല്ലെങ്കിൽ റിച്ച് ഓർ പുവർ എന്ന് പറഞ്ഞൊരു സിനേറിയോ ആണ് അദ്ദേഹം കണ്ടുവന്നിട്ടുള്ളത്. അതിനൊരു സ്റ്റോപ്പ് വരുത്തണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യലിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞൊരു ഐഡിയോളജി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. സോ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു സംഭവം നിൽക്കണം. അതേപോലെ തന്നെ ഇത്രയും നാൾ നിലനിന്നിട്ടുള്ള എല്ലാ ഡിവിഷൻസ്, ഫ്യൂഡലിസും സ്ലേവ്സും അങ്ങനത്തെ എല്ലാ രീതിയിലുള്ള ക്ലാസ് ഡിവിഷൻസും എന്ത് ചെയ്യണം, ഒരു സ്റ്റോപ്പ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് സോഷ്യലിസം കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു തിയറിയെ കാൾ മാർക്സ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല. ഈ ക്ലാസ്സസ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം എല്ലാ ഹിസ്റ്ററി ചരിത്രത്തിൻ്റെ ഓരോ സ്റ്റേജസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എന്താണ്, ക്ലാസ്സസ് ഉണ്ട്. വലിയവൻ ചെറിയവനെ ഭരിക്കുന്നു, അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. ഇനി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കത്തില്ല എന്ന് ആർക്ക് മനസ്സിലാവുന്നു? കാൾ മാർക്സിന് മനസ്സിലാവുന്നു. അങ്ങനെയാണ് അദ്ദേഹം എന്തിലോട്ട് പോകുന്നത്, ആൾക്കാരെ കൊണ്ട് ക്ലാസ് സ്ട്രഗിൾ ചെയ്യിപ്പിക്കണം. ക്ലാസ് സ്ട്രഗിൾ ചെയ്യിക്കുകയും അവരെന്ത് ചെയ്യണം, റിവോൾട്ട് ചെയ്യണം. റിവോൾട്ട് ചെയ്തെങ്കിൽ മാത്രമല്ല ഇത്രയും നാൾ നിലനിന്ന് വരുന്ന ആ ഒരു ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള ആ സംഭവം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റെവല്യൂഷൻ വേണം. ആ ഒരു ചേഞ്ച് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ എഫേർട്ട് ഉണ്ടാവണം, ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാവണം, റെവല്യൂഷൻ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അവിടെ എന്ത് വരത്തുള്ളൂ, ഒരു ചേഞ്ച് വരത്തുള്ളൂ. അങ്ങനെയാണ് ആ ഒരു കാൾ മാർക്സ് എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, റെവല്യൂഷനും അതുപോലെ തന്നെ ക്ലാസ് സ്ട്രഗിളിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസത്തിലൂടെ അദ്ദേഹം പറയുന്നത്, കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്ലെസ് അല്ലെങ്കിൽ ഒരു ക്ലാസ്ലെസ് സൊസൈറ്റിയാണ്. അവിടെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഓൺ ചെയ്യാം. അബൻഡൻസ് ടു ഓൾ ആണ്. ഇന്ന ആളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആ ആളുടെ കയ്യിൽ നിന്നോ റിച്ചിൻ്റെ കയ്യിൽ നിന്നോ പൂറിൻ്റെ കയ്യിൽ നിന്നോ മാത്രമല്ല, റിച്ച് പൂർ ആരും ആയിക്കോട്ടെ എല്ലാവരുടെ കയ്യിലും എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും ഓൺ ചെയ്യണം. അതാണ് കമ്മ്യൂണിസം അക്കോർഡിംഗ് ടു കാൾ മാർക്സ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ 5 സ്റ്റേജസ് ഓഫ് ഹിസ്റ്ററി ഓഫ് കാൾ മാർക്സ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു പിക്ചർ ഡെമോൺസ്ട്രേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യം നമുക്ക് എന്തായിരുന്നു, പ്രിമിറ്റീവ് കമ്മ്യൂണിസം ആയിരുന്നു. നോ ക്ലാസ്, നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി, എവരിവൺ ഷെയർസ് റിസോഴ്സസ്, ലോ പ്രൊഡക്ടിവിറ്റിയാണ്. പിന്നെ വരുന്നതാണ് സ്ലേവ് സൊസൈറ്റി. സ്ലേവ് സൊസൈറ്റിയിൽ എന്താണ്, മാസ്റ്റേഴ്സും സ്ലേവ്സും ഉണ്ട്, അവിടെയും ക്ലാസ് ഉണ്ട്, ഫോഴ്സ്ഡ് ലേബറാണ്. അത് കഴിഞ്ഞ് ഫ്യൂഡലിസം, അവിടെയും ക്ലാസ് ഉണ്ട്, ലോഡ്സും സേഴ്സുമാണ്. അത് കഴിഞ്ഞ് ക്യാപിറ്റലിസം, അവിടെയും ക്ലാസ് ഉണ്ട്, ബൂർഷ്വാസ് ആൻഡ് പ്രൊലറ്റേറിയറ്റ്. അപ്പോൾ ഇത്രയും ഇങ്ങനെ ചരിത്രം ഇങ്ങനെ ആവർത്തിച്ച് വന്നപ്പം കാൾ മാർക്സ് പറഞ്ഞ എന്താ, അവിടെ എന്തിൻ്റെ ആവശ്യമുണ്ട്, ക്ലാസ് സ്ട്രഗിളിൻ്റെയും റെവല്യൂഷൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം സോഷ്യലിസം അല്ലെങ്കിൽ കമ്മ്യൂണലിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു ടൈമിലേക്ക് അദ്ദേഹം വന്നെത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്ലെസ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയാണ്. എല്ലാവർക്കും കോമൺ ഓണർഷിപ്പും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കിട്ടണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ 5 സ്റ്റേജസ് ഓഫ് ഹിസ്റ്ററിക്കൽ മെറ്റീരിയലിസം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.